പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ. 10ാമത്തെ വിഭാഗമായി നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള പാലമലയിലെ സഹോദരങ്ങളോട് പറയുകയാ, മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന പള്ളിയില് സഹാബത്തിനോട് പറയുകയാ, നരകത്തിന്റെ അവകാശികളെന്ന് പറയുന്ന 10ാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ഏതെന്നറിയോ? ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ കടക്കാത്ത 10ാമത്തെ വിഭാഗമുണ്ടല്ലോ, സ്വർഗത്തിൽ പ്രവേശിക്കാത്ത അവസാന വിഭാഗമുണ്ടല്ലോ. മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, മല്ലാ യഅമലു ജാറുഹു ബവായികാ. മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, അയൽവാസികളെ ഉപദ്രവിക്കുന്നവരാരോ, അയൽവാസികളെ ഉപദ്രവിക്കുന്നവരാരാ, അവരെ കുറ്റപ്പെടുത്തുന്നവരാരാ, അയൽവാസികളെ ഉണ്ടല്ലോ ജീവിക്കാൻ അനുവാദിക്കാത്തവരാരാ, മഅദല്ലാ, അവര് നരകത്തിലാ. കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. അയൽവാസിയെ ഉപദ്രവിക്കുന്നവരാരാ, അവർ നരകത്തിലാ. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. എല്ലാത്തിനും ഉദാഹരണം ഉണ്ട്, കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണ കാര്യം. നമ്മുടെ വീട്ടില് ഒരു മരമുണ്ട്, മാവിന്റെ മരമുണ്ട്. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ അയൽവാസിയുടെ മാവിൽ നിന്ന് ഒരു ഇല വന്ന് വീടിന്റെ തുമ്പത്ത് വന്ന് വീണിട്ടുണ്ടാവും. ഒരേ ഇലയൊക്കെയാണെങ്കിൽ പോട്ടെന്ന് നോക്കാം. ചില ആളുകളുണ്ട്, ഒരു ശിഖരം തന്നെ ഇപ്പുറത്ത് വീണ് കഴിഞ്ഞാല് അത് മാറ്റിക്കൊടുക്കാത്ത ചില അയൽവാസികളുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരാരാ, അവര് നരകത്തിന്റെ 10ാമത്തെ അടയാളമാണെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയണം. നമുക്ക് ഇപ്പൊ മിക്ക അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം എന്താ? മതിൽ കെട്ടുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവും. സ്നേഹമെന്ന് മുറിയണപ്പോഴാ ഈ മതിൽ കെട്ടുമ്പോൾ. ഇപ്പൊ ഞാന് പഠിച്ച ചാലിയത്ത്, കോഴിക്കോട് ജില്ലയിൽ ചാലിയത്ത് എന്ന് പറഞ്ഞ കടപ്പുറാണ്, തനിക്കടപ്പുറാണ്, മുസ്ലിമീങ്ങളാണ്. ഒരു മിനി പാകിസ്ഥാൻ എന്ന് പറയാൻ കഴിയുന്ന സ്ഥലമാണ് ഈ ചാലി എന്ന് പറയണേ. ഈ ചാലിയത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മതിൽ കെട്ടുകളില്ല. ഈ ഉള്ളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും കോളനിയിൽ ഉസ്താദെ, ചേരിയിൽ ഉസ്താദ് എന്നൊക്കെ പറയും. പക്ഷേ അവരും പ്രശ്നമൊന്നുമില്ല, മതിൽ കെട്ടുകളില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വടകര ഭാഗത്തൊരു സ്ഥലത്ത് വായതിന് കടപ്പുറം ഭാഗം, ഞാൻ അവിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത മതിൽ കെട്ടുകളില്ലാത്ത വീടുകൾ. മതിലില്ല. നമ്മളാണെങ്കിലോ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടിയ, പൊക്കം കൂടിപ്പോയി, പൊക്കം കുറഞ്ഞുപോയി, തുപ്പലപ്പുറം പോയി, ഇറച്ചിക്കറിയുടെ മണം അപ്പുറം പോയി, അതിപ്പുറം പോയി, ഇല അപ്പുറത്ത് വീണു ഇപ്പുറത്ത് വീണു. അയൽവാസികളെ ഉപദ്രവിക്കുന്നവരാരാ, അവരെ നരകത്തില. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു സലാമത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 11 കാര്യങ്ങളുണ്ട്, തെറ്റിപ്പോയതാണ്. 10 പറഞ്ഞു. 10ാമത്തത് അയൽവാസികളെ ഉപദ്രവിക്കുന്നവരാരാ, അവര് നരകത്തിന്റെ അവകാശികളാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കാര്യങ്ങൾ പറഞ്ഞു. അവസാനത്തെ വിഭാഗാരാ, നരകത്തിൽ കിടക്കുന്ന അവസാന വിഭാഗമാരാ, ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, മനസ്സിൽ കിബിറുള്ളവരാരാ, അഹങ്കാരമുള്ളവരാരാ, അഹങ്കാരമുള്ളവരാരാ, ലാ യദ്ഖുലുൽ ജന്ന ഇൻസാനു ഫീ ഖൽബിഹി മിസ്കാലുൻ ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബർ. നഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഒരണുമണി തൂക്കമുണ്ടല്ലോ അവരുടെ ഹൃദയത്തിൽ കിബർ വന്നു കഴിഞ്ഞാൽ, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ, അഹങ്കരിക്കുന്നവരെ അവര് നരകത്തിന്റെ അവകാശികളാ. കിബിറുള്ളവരെ അവര് നരകത്തിന്റെ അവകാശികളാ. സമ്പത്തുള്ളത് കൊണ്ട് അഹങ്കരിക്കുന്നവരെ, വാഹനമുള്ളത് കൊണ്ട് അഹങ്കരിക്കുന്നവരെ, അത് നരകത്തിന്റെ അവകാശിയാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ കിബറുള്ളവരാരാ, അവരെ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. വലിയ വണ്ടിയുണ്ട്, ഈ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോടെ നടന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കാര്യമുണ്ടോ? ഇല്ല. മനസ്സിൽ കിബറുള്ളവരാണെങ്കിൽ അല്ലാഹുവേ അവര് നരകത്തിലാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.